ഏത് മൂഡ് പൊളി മൂഡ്. യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡയലോഗാണ് അതല്ല സോറി നനച്ച നേരത്ത്. അത് പറയാനും കൂടി പറ്റണല്ല. നമ്മ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോ നനച്ച വണ്ടി കയറിയ നമ്മ നനച്ചിടത്തൊക്കെ പോക മുടിയാതെ. അത് നനച്ച വണ്ടി കയറിയ നനച്ചിടത്തേക്ക് പോകാൻ മുടിயாது. അത് ട്രെയിൻ വരും അപ്പൊ അങ്ങ് പോകാൻ മുടിയും. അത് അങ്ങനെ കാര്യങ്ങൾ. നനച്ച വണ്ടിയിൽ കയറിയാല് ചിലപ്പോ നനച്ചിടത്തേക്ക് പോകാൻ മുടിயாது. അപ്പ എന്താണ് ബാക്കി മാറന്നു പോയി. ജാസറിന്റെ ഇപ്പൊ വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്താണെങ്കിലും ഡ്രഗ്സിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലുള്ള കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. ചോദിക്കുന്നവരോടൊന്നുമില്ല, നിങ്ങളുടെ പടായി. അയാള് ചിലപ്പോൾ സിഗരറ്റ് വെച്ചോണ്ടിരുന്നായിരിക്കും ചോദിക്കണേ, നീ ഇന്നലെ വീഡിയോ ഇട്ടല്ല എന്തിനാ അങ്ങനെ ചെയ്യുന്നേ, ഇങ്ങനെയൊക്കെ പുള്ളി ചോദിക്കുന്നത്. എന്താ പറയാ, വലിക്കേണ്ടവര് വലിക്കും, കുടിക്കേണ്ടവര്. മമ്മൂട്ടിയുടെ രാജമണിക്കും പ്രാച്ചിയായിട്ട് കോട്ടയം കുഞ്ഞച്ചൻ അങ്ങനെ പല ഭാഷകള് സിനിമകള്. മമ്മൂക്കയാണ് സ്ലാങ്ങിന്റെ കാര്യത്തിൽ മമ്മൂക്കയാണ്. എന്തെങ്കിലും ഒരു ഫൺ ഇൻസിഡന്റ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങളുടെ വർക്ക് ചെയ്യണോണ്ട് പുള്ളിക്കാരുടെ വീട്ടിലൊക്കെ പോയിട്ട് ഷൂട്ടിനൊക്കെ പോകുമ്പോ പിന്നെ ചോറൊക്കെ വിളമ്പി തരുമ്പോ നമുക്ക് പെട്ടെന്ന് കരിക്ക് കിട്ടിയോ നമ്മള് എന്തിനാണ് നീ പോലീസിനെ പറഞ്ഞ് മനസ്സിലാക്കി കേട്ടാ, ഞാൻ വക്കീലായിട്ട് വരാ. പാലക്കാട് ഓ ക്രിസ്റ്റി, നീ പോലീസിനെ പറഞ്ഞ് മനസ്സിലാക്കി, ഞാൻ വക്കീലായിട്ട് വരാ. ഹായ് ഓൾ, ഇന്ന് എന്നോടൊപ്പം ഉള്ളത് യൂട്യൂബ് ഇൻഫ്ലുവൻസർ, കോണ്ടന്റ് ക്രിയേറ്റർ, മിമിക്രി ആർട്ടിസ്റ്റ്, നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയ ജാസർ ആണ്. വെൽക്കം. ഹായ് ജാസർ. ഏത് മൂഡ്? പൊളി മൂഡ്. ടീഷർട്ടും അതൊക്കെ ഇട്ടിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇന്നലെ പ്രിന്റ് ചെയ്തോളൂ. ഓ, ഇന്നലെ പ്രിന്റ് ചെയ്ത ഫ്രഷ്. അപ്പൊ നമ്മൾ ആ ഒരു റീല് കണ്ടിട്ട് ആ ഒരു മൂഡിലായിരുന്നു. കാരണം ഇൻസ്റ്റാഗ്രാമിലേക്ക് ഏത് മൂഡ് പൊളി മൂഡ് എന്ന് പറഞ്ഞു വന്നു. നമുക്ക് ജസ്റ്റ് അതൊന്ന് പറഞ്ഞു തന്നെ തുടങ്ങിയാലോ? ഏത് മൂഡ് പൊളി മൂഡ്. കണ്ടന്റ് എന്ന് പറഞ്ഞാൽ മറൈൻ ഡ്രൈവിലൊക്കെ പോകുമ്പോ അങ്ങനത്തെ ചില ആൾക്കാരെ കാണാറുണ്ട്. അവിടെ നിന്നാണ് ഇൻസ്പയർഡ് ആയിട്ട് ആ ഒരു മൂഡ് സാധനം ചെയ്യാന്നുള്ളൊരിത്. അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചില്ല. ഇതുപോലെ ഞങ്ങളൊരു പുഷ്പയുടെ റീമേക്ക് വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന ടൈമില് ആരോ പറഞ്ഞു വീഡിയോ കിട്ടില്ല അറിവ്, അങ്ങനെ എന്തോ പറഞ്ഞപ്പോ പെട്ടെന്ന് എനിക്ക് സാധനം കണക്ട് ചെയ്യുന്ന പെട്ടെന്ന് എടുത്ത് നോക്കിയാലോ വെറുതെ എടുത്തതാ. പക്ഷെ അത് റീച്ച് ആയി, അതങ്ങ് കേറി പോയി. കാരണം ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ കൊറേ ഷെയറുകളും ലൈക്കുകളും ഒക്കെ. ഏത് വീഡിയോ ഇട്ടാലും ആ വീഡിയോയുടെ അടിയിൽ ഈ ഡയലോഗ് കമന്റ് ആയിട്ട് വരും. അപ്പൊ എങ്ങനെയായിരുന്നു? ഞാനിപ്പോ പറഞ്ഞു വന്ന പോലെ തന്നെ ഈ ഒരു ജാസർ എന്ന് പറഞ്ഞാലും ചിലപ്പോ അറിയില്ല, ജാസർ ക്ലിക്സ് ആ ഒരു നെയിമിലാണ് ജാസർ ഈ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും വരുന്നത്. അപ്പൊ ഈ ജാസർ ക്ലിക്സ് എങ്ങനെയാണ് വന്നത്? കൊറേ പേര് ചോദിക്കുന്നുണ്ട്. കാരണം സത്യം പറഞ്ഞ മണ്ടത്തരമാണ്. ഞാൻ പണ്ട് ഫോൺ എടുത്ത ടൈമില്, ഈ ഫോൺ എടുക്കുന്ന ടൈമിൽ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ, ഈ ക്യാമറ ഫോട്ടോ എടുക്കണം. പണ്ട് ഇൻസ്റ്റയില് റീൽ ഇല്ലാത്ത ടൈമില് ഫോട്ടോ മാത്രം പറഞ്ഞല്ലോ. അപ്പൊ ഫോട്ടോ എടുക്കുക, റെയിൽവേ പാലത്തിൽ നടക്കിരുന്നിട്ട് ഫോട്ടോ എടുക്കുക. ഈ അങ്ങനത്തെ ഫോട്ടോ എടുത്തപ്പോ ക്ലിക്സ് അങ്ങനെ ഇട്ട്. പിന്നെ ഫോട്ടോ ഇത് താല്പര്യം കുറഞ്ഞ്, ഞാൻ ഫോട്ടോഗ്രാഫർ ഒന്നുമല്ല, അങ്ങനെ റീൽ വന്നപ്പോ റീൽ ഇട്ടിട്ട് അപ്പൊ റീച്ച് ചെയ്ത് തുടങ്ങി. പിന്നെ പേര് മാറ്റിയില്ല. പേര് മാറ്റാൻ നോക്കിയിട്ടുണ്ടോ, അപ്പൊ എന്തോ ഇൻകറക്റ്റ് യൂസർ അങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ മാറ്റാനും പറ്റുന്നില്ല. അങ്ങനെ ആ പേരിപ്പോ എല്ലാരും ക്ലിക്ക് ആവോ അങ്ങനെ ചോദിക്കുമായിരുന്നു. അപ്പൊ മാറ്റാന്ന് മാറ്റി. അതുപോലെ തന്നെ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് കൂടിയാണ്. കാരണം നമ്മൾ ഒരുപാട് ചെറുതായിട്ടൊക്കെ നല്ല നമ്മളിപ്പം റീൽസ് ഒക്കെ കാണുന്ന സമയത്തുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്തിട്ടുള്ള റീലുകൾ വരാറുണ്ട്. കാരണം വളരെ രസകരമായിട്ട്. കാരണം ഇപ്പൊ എന്താ ഓരോ കോണ്ടെക്സ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ട് സ്വയം കോണ്ടന്റ് കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡയലോഗ്സ് പല ആർട്ടിസ്റ്റുകൾ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ ജാസർ ചെയ്യാറുണ്ട്. അപ്പം ഈ മിമിക്രിയിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയാണ് വോയിസ് ഒക്കെ ആദ്യം ഫസ്റ്റ് ഇമിറ്റേറ്റ് ചെയ്ത് ആരെയാണ്? അത് പറഞ്ഞ കോമഡി ഉത്സവം എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായില്ല. അപ്പൊ അതിലിങ്ങനെ ടി വി കണ്ടോണ്ടിരിക്കുന്ന ടൈമില് അവര് പെർഫോം ചെയ്യുന്ന ടൈമിൽ ഞങ്ങൾ വെറുതെ ഇങ്ങനെ ചെയ്തു നോക്കും. അപ്പൊ നടക്കില്ല, എന്നാലും പിന്നെ അതിങ്ങനെ വെറുതെ ചെയ്തോണ്ടിരിക്കുമ്പോ എവിടെയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. ഇപ്പൊ ജിനു ജോസഫ് ഇല്ലേ, അപ്പൊ 5ാം പതിരയിലെ മഹേഷ് മിമിക്സ് ഇതുപോലെ കോമഡി ഉത്സവത്തിന് എന്തോ വന്നപ്പോ ഇങ്ങനെ ഒരു ഡയലോഗ് ഉണ്ടായി, അൻവർ അങ്ങനത്തെ ഒരു ഈ സാധനം പറഞ്ഞാൽ ചിലപ്പോ ബാക്കി കിട്ടുള്ളൂ എനിക്ക്. മിമിക്രി ആർട്ടിസ്റ്റ് പറയാൻ പറ്റില്ല, ചിലപ്പോ കേട്ട് ആ ഒരു സാധനം കേട്ട് പഠിച്ച് അങ്ങനെ ഒരു സാധനം കിട്ടി നോക്കിയപ്പോ അത് കിട്ടുന്നുണ്ടോ എന്ന് ചിന്തിച്ച്
ചിലത് നമുക്ക് ആ ഒരു 5-ാം പാതിരയിലെ തന്നെ ഒരു ഡയലോഗ് ഒന്ന് ഇവന്മാരെന്നെ കളിയാക്കി എപ്പോ പോയാലും വേറെ അടുത്ത് ഈ ഡയലോഗ് പറയാലോ ശരിയാവുന്നുണ്ടോ നോക്കുന്നത് പറഞ്ഞു ട്രൈ ചെയ്ത് നോക്കാം. അൻവർ DYSP ബ്രൈൻ ഘോഷ് റിട്ടയർഡ് ആവാൻ 1-2 മാസം കൂടി ഉണ്ടായിരുന്നുള്ളൂ. റമ്മി കളിച്ച് വഴുകി വരുന്നെന്ന് വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഭാര്യ നേരത്തെ കഴിച്ച് കിടന്നു. ഇതിന് ആ ഒരു ഇയാളുടെ സൗണ്ട് ഇപ്പൊ കൊസ്തേപ്പ് അങ്ങനത്തെ ക്യാരക്ടർ ചെയ്തില്ലേ. പിന്നെ വേറെ പടത്തില് മറ്റേ ഏത് ഡയലോഗ് പറയാൻ പറഞ്ഞാൽ ഞാൻ തുടക്കം ചിലപ്പോ ഈ സാധനം പറയും. ആർട്ടിസ്റ്റ് ഇത് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്കൊരു ഗെയിമിലേക്ക് പോവാം. ഞാനൊരു ഗെയിം തരാണ്. കാരണം ഇപ്പം യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡയലോഗാണ് നനച്ച നേരത്ത്. പറയാനും കൂടി പറ്റില്ല. നനച്ച വണ്ടിയിൽ കയറിയാൽ ഓ മൈ ഗോഡ്, എനിക്കറിയില്ല. നമ്മളൊരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നാൽ നനച്ച വണ്ടിയിൽ കയറിയാൽ നനച്ചെടുത്ത് പോക മുടിയാതെ അതുക്കൊരു ട്രെയിൻ വരും, ഒരു നേരം ഇരിക്കുക, അപ്പത്താ അങ്ങ പോക മുടിയും. ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞാനത് കറക്റ്റ് ആയിട്ടുള്ളത് കേൾപ്പിക്കാം. ഇന്നത്തെ ഇന്റർവ്യൂ മുഴുവൻ തീരുമെന്നൊക്കെ ഞാനത് കേൾപ്പിക്കാം. അത് പല ആർട്ടിസ്റ്റുകൾ എങ്ങനെ പറഞ്ഞാലുണ്ടാവും. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നമുക്ക് പഠിച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ കേൾപ്പിക്കാമേ. നമ്മ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ നനച്ച വണ്ടി കയറിയ நம்ம நினச்ச இடத்துக்கு போக முடியாது. ஆனால் அதுக்கு ஒரு ட்ரெயின் வரும், அதுக்கு ஒரு நேரம் இருக்கு. அப்போ தான் அந்த இடத்துக்கு நம்ம போக முடியும். നമുക്കൊന്ന് കേട്ട് നോക്കാം ജാസറിന്റെ വേർഷൻ. ഓക്കെ, പല പല ആർട്ടിസ്റ്റുകൾ. ഇപ്പം ഞാൻ ആർട്ടിസ്റ്റുകളുടെ പേര് പറയാം, അവരെങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാകും നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഷൈൻ ചേട്ടൻ എങ്ങനെ ഈ ഒരു ഡയലോഗ്, യെസ്, ഷൈൻ ചേട്ടൻ എങ്ങനെ പറഞ്ഞാലുണ്ടാവും നോക്കാം. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കാനുള്ള അപ്പോൾ നനച്ച വണ്ടി കയറിയ നനച്ചടത്തേക്ക് പോക മുടിയാതെ അത് ട്രെയിൻ വരും, അത് നേരെ ഇരിക്കും, അപ്പം അങ്ങോട്ട് പോകാൻ മുടിയും. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ. ഇനി നമുക്ക് വിനയ് ഫോർട്ട് ഇത് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നോക്കിയാലോ. നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോ നനച്ച വണ്ടിയിൽ കയറിയാല് ചിലപ്പോ നനച്ചിടത്തേക്ക് പോകാൻ മുടിയാത്. അപ്പ എന്താണ് ബാക്കി മറന്നുപോയി. അടുത്ത നമുക്ക് സൗബിൻ ചേട്ടൻ ഇതേ ഡയലോഗ് തന്നെ പറഞ്ഞു. ഈ കറക്റ്റ് ഞാൻ മാനറിസം ആണ് ചെയ്തിട്ടുള്ളത്. ഈ ഇതറിയില്ല, വോയിസ് എനിക്ക് കറക്റ്റ് അറിയാതെ എനിക്കറിയില്ല. ഒരു മാനറിസം ഇല്ലേ, എന്ത് നമ്മളല്ലേ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന ടൈമിലാണില്ലേ ഇപ്പൊ നനച്ച വണ്ടി വന്നില്ല, നെഞ്ചെടുത്ത് പോകാൻ പറ്റില്ല, നമ്മളിപ്പോ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ നിൽക്കണം, എന്ത് ഇതല്ലേ ഉള്ളി. പൊളിച്ച് പൊളിച്ച് രസമുണ്ടായിരുന്നു. അടുത്ത് സുരേഷ് ഗോപിയാണ് ഈ ഡയലോഗ് പറയണമെങ്കിൽ. അതായത് നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കും, നമ്മൾ നനച്ചിടത്തേക്ക് പോകണം, നനച്ച വണ്ടി കയറിയ നനച്ചിടത്തേക്ക് പോകാൻ മുടിയ, എനിക്കറിയില്ല, എങ്ങോട്ടെങ്കിലും പോയിട്ടേ പറ്റൂ. രസമുണ്ടായിരുന്നു, നല്ല രീതിയിൽ എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ മാനറിസംസ് ചെയ്യുന്നുണ്ട്, ഓൺ വോയിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഓരോ മിമിക്രി ആർട്ടിസ്റ്റുകളുടെ ആണെങ്കിലും വോയിസും ചെയ്യാറുണ്ട്. അപ്പം ഇത് എങ്ങനെയാണ് ഇത് എല്ലാം കൂടി അല്ലെങ്കിൽ ഈ യൂട്യൂബിലേക്ക് ഇങ്ങനെ കൊടുക്കാം, പ്രേക്ഷകരിലേക്ക് ഇങ്ങനെ കൊടുക്കാം എന്നൊക്കെ ജാസർ ആലോചിച്ചത്? ഞാൻ +1 പഠിക്കുമ്പോൾ സ്റ്റേജിൽ മിമിക്രി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ചെയ്യാന്നല്ലേ ഉള്ളൂ. പക്ഷേ ഈ റീൽസിൽ വന്നപ്പോൾ മിമിക്രി എന്തായാലും ചെറുതായിട്ട് അറിയാം. അപ്പോൾ ഇത് വെറുതെ ഇങ്ങനെ മിമിക്രി പോലെ പറയുന്നതിനേലും ഇപ്പോ ഞാൻ അടുത്തൊരു വീഡിയോ ഇപ്പോൾ ഫുട്ബോൾ കോച്ചസ്, ഈ സിനിമാടന്മാര് ഫുട്ബോൾ കോച്ചസ് ആണെങ്കിൽ എന്നും പറഞ്ഞൊരു വീഡിയോ ചെയ്ത്. അപ്പൊ അത് അത്യാവശ്യം ഇപ്പോൾ 1 മില്യൺ റീച്ച് കിട്ടി. അപ്പോൾ വെറുതെ മിമിക്രി ഇന്നയാളുടെ പേരെന്ന് പറഞ്ഞ് പ്രസന്റ് ചെയ്യണേലും അതിലൊരു കണ്ടന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്നും കൂടി ആൾക്കാർ എൻഗേജ് ആവില്ലേന്ന് ചിന്തിച്ച് ചെയ്തത്. അങ്ങനെയാണ്. അപ്പോൾ ഈ ജാസറിന്റെ ഇപ്പോൾ വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്താണെങ്കിലും ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ഡ്രഗ്സിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലുള്ള കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നീ കഞ്ചാവാണോ എന്ന ചോദ്യമൊക്കെ ഒരുപാട് കമന്റ് ബോക്സിലാണെങ്കിലും വന്ന് അല്ലെങ്കിൽ ഡയറക്ട്ലി മെസ്സേജ് ഒക്കെ ആയിട്ട് വരാറുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ ചോദിക്കുന്നവരോട് എന്താണ് ജാസറിന് പറയാനുള്ളത്? പ്രൊമോട്ട് ചെയ്തിട്ടില്ല, കാരണം ഈ എല്ലാ വീഡിയോസ് നോക്കിയേക്കാൻ ഈ ഡ്രഗ്സിന്റെ വീഡിയോ ആണെങ്കിലും അതുകൊണ്ട് അവനൊരു മണ്ടൻ അല്ലെങ്കിൽ അവനൊരു പൊട്ടനായിരിക്കും ആ വീഡിയോയില്. ഡ്രഗ്സ് ഉപയോഗിച്ച് അവനൊരു മാസമായിട്ടുള്ള ഒരാൾ നല്ല കാണിച്ചേക്കണേ. ഈ പൊളികൂടെ ആയാലും ഈ ഇങ്ങനെ ഏത് മൂട് പൊളി ഒരു 10 രൂപ വരും അങ്ങനെയൊക്കെ ചോദിക്കും. ഇവനൊരു മണ്ടനാണ് സമൂഹത്തില്, അങ്ങനെയാണ് അയാൾ കാണിക്കുന്നത്. അപ്പൊ ചോദിക്കുന്നവരുണ്ട് കേട്ടോ, എന്താണ് നീ എന്തിനിങ്ങനെ ചെയ്യുന്ന, എന്തിനാ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത്. അപ്പൊ അയാള് ചിലപ്പോൾ സിഗരറ്റ് വെച്ചോണ്ടെന്നായിരിക്കും ചോദിക്കണേ, നീ ഇന്നലെ വീഡിയോ ഇട്ടല്ല എന്തിനാ അങ്ങനെ ചെയ്യുന്നേ.
ഇങ്ങനെയൊക്കെ പുള്ളി ചോദിക്കുന്നത്. അവൻ എന്താ പറയാ, അവൻ ചെയ്തില്ലെങ്കിൽ അവര് വലിക്കേണ്ടവര് വലിക്കും, കുടിക്കേണ്ടവര് കുടിക്കും. അത് പറഞ്ഞ അവർക്കൊരു ഉപദേശം കൊടുത്തേരെ ഒരു ഇന്റർവ്യൂലൂടെ അങ്ങനെ ചോദിക്കുന്നവരോട്. ചോദിക്കുന്നവരോടൊന്നുമില്ല, നിങ്ങളുടെ പടായി ഞാൻ ചെയ്യാനാ. എന്റെ കണ്ടന്റിൽ ഇടപെടണ്ടെന്നൊക്കെ. അല്ല, അത് നമ്മളിപ്പോ ചെയ്തില്ലെങ്കിലും അവര് ചെയ്യും. അതെ ഇല്ലേ? അതെ, തീർച്ചയായും. അതുപോലെ തന്നെ ഇപ്പം ചെയ്ത കോണ്ടന്റുകളൊക്കെ ഒരുപാട് റീൽസ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കോണ്ടന്റ് ഏത്, അല്ലെങ്കിൽ ഞാനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് ഇത് അങ്ങനെ തോന്നി ഏതെങ്കിലും പേഴ്സണലി തോന്നിയതുണ്ടോ? എൻ്റെ മൂഡ് പോലെ, എൻ്റെ വൈബ് പോലുള്ളൊരു വീഡിയോ അതായിരുന്നു. വൈബ് എനിക്ക് കൂടുതലും ഞങ്ങളൊരു വീഡിയോ കണ്ട് മനാഫ് എന്ന് മനാഫിനിട്ട് അങ്ങനത്തെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഭയങ്കരമായിട്ട് ഫിസിക്കലി ആയിട്ട് ചാലഞ്ച് ചെയ്ത് അഭിനയിക്കുക, അങ്ങനത്തെ പരിപാടികൾ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ആ വീഡിയോ ചെയ്തപ്പോഴാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും ഞങ്ങളുടെ അവിടുത്തെ റൂമിലുള്ള എല്ലാവർക്കും ഭയങ്കര ഹാപ്പി, ഓടി നടന്ന് ചെയ്യാന്ന് പറയാ ആ വീഡിയോ ആയിരുന്നു. ഒരു ബാഡ് കമന്റ് അല്ലെങ്കിൽ ബാഡ് ആയിട്ട് കുറേ കിട്ടിയ ഒരു കോണ്ടന്റ് ഏതായിരിക്കും? എന്തെങ്കിലും മെസ്സേജ് വഴിയോ അല്ലെങ്കിൽ പേഴ്സണലി ആണെങ്കിൽ ഈ കണ്ടന്റ് ചെയ്ത് എന്തെങ്കിലും ബാഡ് രീതിയിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കണ്ടന്റ് ഏതായിരിക്കും? ഈ വീഡിയോ തന്നെ ആയിരിക്കും. ഈ മനാഫിന്റെ എങ്ങനെ എന്നൊക്കെ ചോദിച്ചുള്ള ഒരു സംസാരമല്ലോ. അപ്പൊ ഒരു ഫിസിക്കലി ഇതായിട്ടുള്ളവരെ കളിയാക്കുകയാണോ അങ്ങനെ ഞാൻ റിപ്പോർട്ട് കൊടുത്ത എല്ലാം ഫിസിക്കലി അല്ല. ഞങ്ങള് ഇപ്പൊ കുഞ്ഞിക്കൂൻ സിനിമ ആണെന്നില്ലേ, അങ്ങനെ സിനിമ ബാൻ ചെയ്യേണ്ടി വരില്ലേ? ഞാൻ ചോദിച്ചു. അല്ല, ഞങ്ങൾ അതിൽ കാണിക്കുന്ന പോലെ തന്നെയാണ് സിനിമ. ഞങ്ങൾ ഈ സിനിമ കണ്ടിട്ടല്ലേ നമ്മൾ ഇൻസ്പയർ ആകുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു, സിനിമ കണ്ടിട്ടാണ് നമ്മളും ചെയ്യുന്നത്, ആരെയും കളിയാക്കുന്നല്ല. ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ എന്ന് ചിന്തിച്ച് ചെയ്തോളൂ, ആരെയും വ്യക്തിപരമായി ചെയ്യുന്നില്ലല്ലോ. ഒരാളെ എന്തെങ്കിലുമൊക്കെ കണ്ടന്റിന് ഇങ്ങനെയൊക്കെ റിപ്ലൈസ് വരുമ്പോഴൊക്കെ പേഴ്സണലി ഹേർട്ട് ആവാറുണ്ടോ, അല്ലെങ്കിൽ ജാസർ അങ്ങനെയൊക്കെ എടുക്കാറുണ്ട്? അപ്പൊ എങ്ങനെയായിരിക്കും? ഞങ്ങൾ ഇവിടെ തന്നെ റൂമിൽ ഇങ്ങനെ എന്തെങ്കിലും വന്നാൽ തന്നെ റൂമിൽ എല്ലാവരെയും കാണിക്കുന്നത് ഈ കമന്റ് നോക്കി ആവുന്ന ആണാ, അപ്പൊ അയാളുടെ പ്രൊഫൈൽ എടുക്കും, വെറുതെ നോക്കി വിടും. എവിടെയൊക്കെ നോക്കുമല്ല, അത് അങ്ങനെ തന്നെ റൂമിൽ എല്ലാവരും വെറുതെ ഡിസ്കസ് ചെയ്യുന്നതിനെ കുറിച്ച്. നല്ല കമന്റ് വന്നാലും ചീത്ത കമന്റ് വന്നാലും വെറുതെ എല്ലാവരും ഒരുമിച്ചിരുന്ന് വായിക്കും. എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ കൂടി കഴിഞ്ഞാൽ എയറിൽ പോകുന്ന ആളായിരിക്കും? എല്ലാരും പോകും, എല്ലാരും ഓരോ സമയത്ത്. ചിലപ്പോ രണ്ടുപേര് ഇപ്പൊ എന്നെ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് തിരിയും, ഞാനും ഇവനും കൂടി പെട്ടെന്നൊക്കെ പോയി കളി. അങ്ങനെ കൂടുതൽ കണ്ടന്റ് കിട്ടുന്നത് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന ടൈമിലായിരിക്കും കൂടുതൽ ഇങ്ങനെ കണ്ടന്റ് കിട്ടും. അപ്പൊ അതിന് എക്സാജറേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി കൂടുതൽ പറയുമ്പോഴാണ് ഇപ്പം ജാസറിന്റെ കാര്യത്തിലാണെങ്കിൽ സ്ലാങ്ങുകൾ, ഡിഫറെന്റ് സ്ലാങ്ങുകൾ യൂസ് ചെയ്യുന്നത് നമ്മൾ വളരെ വീഡിയോസിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം സ്ലാങ്ങുകളൊക്കെ പഠിപ്പിച്ച് നമ്മുടെ ജാസറിന്റെ ഫ്രണ്ട് എൽദോസ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് എൽദോസിനെയും കൂടെ വിളിച്ചിട്ട് അവരുടെ ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിക്കാം. അപ്പൊ നമ്മുടെ ജാസറിനെ തൃശ്ശൂർ സ്ലാങ് പഠിപ്പിച്ച ഫ്രണ്ടാണ് എത്തിയിരിക്കുന്നത്, എൽദോസ്. ഹായ്. ഹലോ. അപ്പൊ എങ്ങനെയാണ് ജാസറിനെ ഇങ്ങനെ സ്ലാങ് ഒക്കെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ തൃശ്ശൂർ ഭാഷ പഠിപ്പിക്കാൻ ശ്രമിച്ചത്? അങ്ങനെ പഠിപ്പിക്കേണ്ടി വന്നില്ല, സംസാരിച്ചോണ്ടല്ലോ ചോദിച്ചങ്ങനെ വന്നു. ചോദിക്കുകയും പറയുന്ന ആവശ്യം വന്നില്ല, തന്നെ പഠിച്ചതാ. അല്ല, കൂടുതൽ സംസാരിച്ച് നമുക്ക് സ്ലാങ് കിട്ടുമല്ലോ. ഓ, നിങ്ങൾ ഒരുമിച്ച് താമസിച്ചപ്പോ അങ്ങ് ഓട്ടോമാറ്റിക്കലി തൃശ്ശൂർ ഭാഷയായി. അങ്ങനെ പഠിപ്പിക്കേണ്ടി ഒന്നും വന്നില്ലല്ലേ? പിന്നെ എന്തായി തൃശ്ശൂർ ഭാഷ? ഇപ്പൊ കൊച്ചിക്കാരനാണ് ജാസർ, തൃശ്ശൂരുകാരനാണ്. അപ്പം എങ്ങനായി? തൃശ്ശൂർ ഭാഷയാണോ പറയണത് അതോ കൊച്ചി ഭാഷ അങ്ങോട്ടും പഠിപ്പിച്ചോ? നിങ്ങള് മാറിപ്പോയ ആൾക്കാര് ആവശ്യം വരുമ്പോ എല്ലാ ഭാഷയും തന്നെ കയറി വരും. എങ്ങനെയോ അധികം വന്നിട്ടില്ല, എന്നാലും വല്ലപ്പോഴൊക്കെ വരും കൊച്ചി ഭാഷയൊക്കെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്താലോ? അപ്പൊ നമ്മൾ തൃശ്ശൂർ ഭാഷയുണ്ട്, ഇവിടെ കൊച്ചിയുണ്ട്. ഞാൻ കോട്ടയമാണ്, എനിക്ക് പിന്നെ വലിയ നീട്ടമോ ഒന്നും ഇല്ല, എനിക്ക് അതിന്റെ വിഷമവും ഉണ്ട്. എന്നാലും നിങ്ങളുടെയൊക്കെ ഭാഷകളൊക്കെ കേൾക്കുമ്പോൾ അതുണ്ട് കേട്ടോ. എന്നതാ കോട്ടയോ അറിയാവുന്ന. അപ്പൊ ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തരാണ്. അപ്പം തൃശ്ശൂരുണ്ട്, കൊച്ചിയുണ്ട്. കൊച്ചിയും തൃശ്ശൂരും തമ്മിലൊരു വാറ്, ആര് ജയിക്കുമെന്ന് ഞാൻ നോക്കട്ടെ. കോട്ടയം ജഡ്ജാണ്. നിങ്ങൾ തൃശ്ശൂരിൽ എന്താണുള്ളത്? കൊച്ചിന്റെ അത്ര എന്താണ് അടിപൊളിയായിട്ട് തൃശ്ശൂരിൽ ഇപ്പൊ ഉള്ളത്? തൃശ്ശൂരില്ലാത്ത എന്തുട്ടാണ് ഈ കൊച്ചിയിലുള്ളത്? എടാ എന്താണ്ടാ എല്ലാരും കൊച്ചിയിലാണ് വന്നത്, എല്ലാ വൈബ് അറ്റൻഡ് ചെയ്യാൻ. എടാ ഒരു എങ്ങോട്ട് പോയാലും തൃശ്ശൂർ കിടന്നിട്ടല്ലേ ഈ കൊച്ചിക്ക് എത്തണേ. അപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ വരാം. ഓക്കെ, നിങ്ങളുടെ ഇവിടെ നല്ലൊരു പൂരം പറഞ്ഞു. പൂരോ? എടാ നിനക്ക് എന്ത് പറഞ്ഞാലും പൂരത്തിന്റെ കാര്യമല്ലോ. നീ ഏതാണ് നല്ലൊരു മാള് പറഞ്ഞു? തൃശ്ശൂരുള്ള നല്ലൊരു മാള്, ശോഭാമാള്, സെലക്സ് മാള്, ഇതൊക്കെ എന്താ മാളാണ്? എടാ മാളിന്റെ വലിപ്പത്തിലല്ല, ലുലു മാള്, സെൻട്രൽ സ്ക്വയർ. ഞങ്ങളവിടെയും വരുന്നില്ലല്ലോ, വന്നിട്ടില്ലല്ലോ. നിങ്ങള് എത്ര കാര്യം കഴിഞ്ഞാലും ഇവിടെ ഞങ്ങളെ തൃശ്ശൂർ പൂരം പോലെ ഒരു പൂരം വരുമോ?
കൊച്ചി കാർണിവൽ പോലത്തെ ഒരു ക്രിസ്മസ് ഒരു ന്യൂ ഇയർ ആഘോഷം തൃശ്ശൂരുണ്ടാ. എന്താ ന്യൂ ഇയറാ നീ എന്ത് പറയണേ? നീ ഇപ്പൊ ഇങ്ങനെ എങ്ങനെയാ മെട്രോക്കല്ലേ പോയി? തൃശ്ശൂർ മെട്രോ ഉണ്ടാ? വരും വരാതിരിക്കില്ലല്ലേ? കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ഇവര് നല്ല അടിയിലേക്ക് പോകും. ഇതുപോലെ തന്നെ റൂമിലൊക്കെ ഇങ്ങനെ അടി ഉണ്ടാക്കാറുണ്ടോ? ഫ്രണ്ട്സ് ഒക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ അടിയാവാറുണ്ടോ? നിങ്ങൾ അങ്ങനെ അടി കൂടാനൊന്നും നോക്കണ്ടെന്നല്ലേ? അടിയൊന്നും നടക്കില്ല ഞങ്ങളുടെ ഇതിൽ. അപ്പൊ എന്നെ കൂടിയിട്ട് ഏതെങ്കിലും ഒരു സ്ലാങ് ഒന്ന് പഠിപ്പിക്കോ? ജസ്റ്റ് എനിക്കൊന്ന് പറയാൻ ആഗ്രഹം. തൃശ്ശൂരും കൊച്ചിയും ഒന്ന് എന്നെ ഒന്ന് പഠിപ്പിക്കും, ഞാൻ ഒന്ന് പറഞ്ഞ് നോക്കായിരുന്നു. എന്നിട്ട് പറയണേ എന്തുട്ടേലും നമ്മ ഭാഷയുടെ പേര് പറയുമ്പോ തന്നെ ആ സ്ലാങ് തന്നെ, അതാണ് ഫസ്റ്റ് പഠിക്കുന്നത്. ഇപ്പൊ കൊച്ചി എന്ന് പറഞ്ഞാൽ എറണാകുളം അഥവാ കൊച്ചി, തൃശ്ശൂർ ആണെങ്കിൽ തൃശ്ശൂര്, കോട്ടയാണെങ്കിൽ കോട്ടയം, അതാണ് പാലക്കാട്. അങ്ങനെ അങ്ങനെ പഠിച്ചാൽ സിമ്പിളാ. അങ്ങനെ ഏതെങ്കിലും ഒരു കൊച്ചിയിലെ ഒരു എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സെന്റൻസ് ഒന്ന് എന്നെ പഠിപ്പിക്കും. ഞാൻ കോട്ടയത്ത് നിന്നാണ് വന്നിരിക്കണേ. ജസ്റ്റ് ഒരു കൊച്ചിയിലെ ഒരു സെന്റൻസ് ഞാൻ പറയാം, കൊച്ചി സ്ലാങ്. കൊച്ചി ശരിക്കും കൊച്ചി മട്ടാഞ്ചേരി ഭാഗത്തെ സ്ലാങ്. എന്റെ വീട് മട്ടാഞ്ചേരിയിലാണ്, ഞങ്ങളവിടെ കുറെ ആൾക്കാരുണ്ട്. എന്റെ വീട് മട്ടാഞ്ചേരിയിലാണ്, ഞങ്ങളവിടെ കുറെ ആൾക്കാരുണ്ട്. ഒന്നുകൂടെ ഉണ്ട്. ഞങ്ങളുടെ മട്ടാഞ്ചേരിയിലാണ്. ഞങ്ങളുടെ വീട് മട്ടാഞ്ചേരിയാണ്. ആ വീടിന്റെ മുറ്റത്ത് കുറെ ആട്ടിൻകുട്ടികളുണ്ട്. ആ വീടിന്റെ മുറ്റത്ത് കുറെ ആട്ടിൻകുട്ടികളുണ്ട്. ഇനി തൃശ്ശൂരും കൂടി. തൃശ്ശൂര് എന്നിട്ടൊരു ഡയലോഗ് പറഞ്ഞു. എന്തുട്ടാ അത് വേണം കേട്ടോ. തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരിലെ മെയിൻ പരിപാടിയാണ്. അപ്പോൾ ഞങ്ങളുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ വെടിക്കെട്ട്, ആന. തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അവിടുത്തെ മെയിൻ പരിപാടിയാണ്. തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോ വെടിക്കെട്ട്, ആന, കുടമാറ്റം, അത്രേ ഉള്ളൂ. സെറ്റാണോ? സെറ്റ്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി ഞാനിപ്പോ ചോദിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ ആണെങ്കിലും. അപ്പൊ എങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ്? കാരണം നിങ്ങളുടെ ഒരു ഗ്യാങ് ഓഫ് ആൾക്കാരുടെ വീഡിയോസ് ആണ് നമ്മളിലേക്ക് എത്തുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് ആക്ച്വലി? ഞങ്ങളത് ഓഡീഷൻ വഴി പരിചയപ്പെട്ടു. ഞങ്ങളിങ്ങനെ ഓരോ സിനിമയുടെ ഓഡീഷന് പോയി അങ്ങനെ പരിചയപ്പെട്ടു. പിന്നെ ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ഒരു 2 കൊല്ലം മുന്നേ ചെയ്തു, ഇറങ്ങിയില്ല. അപ്പൊ അതൊരു കൊല്ലം നീണ്ട അതിന്റെ ഷൂട്ട്. അപ്പൊ 1 കൊല്ലം കൊണ്ട് ഞങ്ങൾ അങ്ങനെ കമ്പനി ആയി. പിന്നെ അടുത്തൊരു കൊല്ലം ഇപ്പൊ ഞാൻ പിന്നെ ചെയ്തിട്ട് ഇറങ്ങാതെ ഇപ്പൊ എന്തെങ്കിലും ചെയ്ത് ഇറക്കണ്ടേ എന്നുള്ള ടോക്കായി. അങ്ങനെ ഒരുമിച്ച് എന്തെങ്കിലും ചെയ്ത് ഇറക്കാൻ വേണ്ടിയായി പിന്നെ വർക്ക്. അങ്ങനെ ആൾക്കാരുടെ എണ്ണം കൂടി വന്ന് അതിലിപ്പോ ഞങ്ങള് ഇപ്പോ ഒരു കളമശ്ശേരി റൂമിൽ തന്നെ ഞങ്ങളൊരു 7 പേരുണ്ട്. അപ്പൊ അതിലൊരു 3-4 പേര് ഞങ്ങള് ആക്ടിങ് നോക്കണവര്, ഒരാള് സ്ക്രിപ്റ്റ്, ഒരാൾ ഡയറക്ഷൻ, ക്യാമറ. അപ്പൊ എല്ലാ ആൾക്കാരും ഉള്ളതുകൊണ്ട് പോസ്റ്ററിന്റെ ഒരാളുണ്ട്. എല്ലാരും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എളുപ്പമായി എല്ലാ കാര്യങ്ങളും. ഓരോ ഫ്രണ്ട്സിനെ എല്ലാം കാശ് കൊടുക്കാതെ കിട്ടും. ഒരുമിച്ച് പഠിച്ചവരാണെങ്കിൽ ഇങ്ങനെ കിട്ടില്ല. പക്ഷെ ഇതിന് ഓഡീഷന് പോയി ഇങ്ങനത്തെ ഇതിന് പോയി പരിചയപ്പെട്ടവരായ കാരണം എല്ലാം അറിയുന്ന എല്ലാവരുടെയും ലക്ഷ്യം സിനിമ എന്ന് പറഞ്ഞ സംഭവമായതുകൊണ്ട് എല്ലാരും കൂടെ ഒരുമിച്ച് കഴിഞ്ഞാൽ അതൊരു സംഭവമാവും അല്ലേ? അപ്പൊ അതുപോലെ തന്നെ നമ്മളിപ്പോ സ്ലാങ്ങുകൾ 2 പേരും സംസാരിച്ചു. അതുപോലെ ഞാനൊരു ഡയലോഗ് തരാം. നമ്മുടെ കൺവിൻസിങ് സ്റ്റാറിന്റെ ഡയലോഗ് തന്നെയാണ്. ഞാൻ ഇന്ന് മൊത്തം കൺവിൻസിങ് സ്റ്റാറിനെയാണ് പിടിച്ചിരിക്കുന്നത് അല്ലേ? വന്നപ്പോ തന്നെ കൺവിൻസ് ചെയ്തോണ്ടിരിക്കുകയാണെന്ന്. നമ്മുടെ മോഹൻലാലിനെ കൺവിൻസിങ് സ്റ്റാർ ചെയ്തൊരു ഡയലോഗ് ഇല്ലേ, കൺവിൻസ് ചെയ്യാവുന്ന രീതി. ആ ഒരു ഡയലോഗ് നിങ്ങൾ ഡിഫറെന്റ് സ്ലാങ്ങിലൊന്ന് പറഞ്ഞ്. ഇപ്പൊ തൃശ്ശൂരല്ല വേറെ ഭാഷയും, ഇപ്പൊ ട്രിവാൻഡ്രമോ ഏതെങ്കിലും ഒക്കെ ഭാഷകൾ നിങ്ങൾ മാറി മാറി സംസാരിക്കണം. ആദ്യം ഏത് സ്ലാങ്? കൊച്ചിന്ന് പറയുന്നത് ക്രിസ്റ്റി, നീ പോലീസിനെ പറഞ്ഞ് മനസ്സിലാക്കുക, വക്കീലായിട്ട് വരാ. അടുത്ത തൃശ്ശൂർ. മോനെ ക്രിസ്റ്റി, നീ ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കട്ടാ, ഞാനിപ്പോ വരാം. അടുത്ത ട്രിവാൻഡ്രം. എന്തിനാണ് നീ പോലീസിനെ പറഞ്ഞ് മനസ്സിലാക്കേട്ടാ, വക്കീലായിട്ട് വരാ. മലപ്പുറം ചെയ്ത് പോയിട്ടില്ല, മലബാറിലേക്ക് എത്തിയിട്ടില്ല. പാലക്കാട്. ഓ ക്രിസ്റ്റി, നീ പോലീസിനെ പറഞ്ഞ് മനസ്സിലാക്ക്, ഞാൻ വക്കീലായിട്ട് വരാ. കണ്ണൂര്. ഈ മലബാർ കാസർഗോഡ് കിട്ടോ? എന്താ ക്രിസ്റ്റി, ഞാൻ പോലീസിനെ പറഞ്ഞ് മനസ്സിലാക്കടാ, ഞാൻ വക്കീലായിട്ട് വരടാ. മലബാറിലേക്ക് ടോപ്പ് എത്തി, അടിയിലേക്ക് ഇറങ്ങുള്ളൂ. എങ്ങനെയായിരുന്നു ഇപ്പം തൃശ്ശൂർ ഭാഷ ഇങ്ങനെ കിട്ടി, ഈ പല ഭാഷകളും ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ, പലതും മനസ്സിലാക്കുന്നുണ്ട്. അപ്പം എങ്ങനെയൊക്കെയാണ്? അല്ല, പല ഭാഷകൾ പറയുന്നുണ്ട്, നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണ്, എങ്ങനെയൊക്കെ അല്ലാണ്ട് പഠിക്കാൻ ശ്രമിച്ചത്? സിനിമകൾ തന്നെ. മമ്മൂട്ടിയുടെ രാജമാണിക്യം, പ്രാച്ചിയായിട്ട്, കോട്ടയം കുഞ്ഞച്ചൻ, പല ഭാഷകളുടെ സിനിമകള്. മമ്മൂക്കയാണ് ഇതിനൊരു
ആക്ടിങ് വൈസ് നോക്കുവാണെങ്കിൽ ആരായിരിക്കും? ദിലീപേട്ടൻ. ദിലീപേട്ടൻ. അതും എനിക്ക് തോന്നുന്നു ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം പല വീഡിയോസിനും എനിക്ക് തോന്നുന്നു സൗണ്ട് എനിക്കറിയില്ല. മാനറിസം, അതായത് പല റീലിലും അങ്ങനെ ഒരു ദിലീപേട്ടൻ ടച്ച് വരുന്നുണ്ട് ജാസറിന്റെ പല വീഡിയോസിലും. ഇഷ്ടമാണ് സ്ലാങ്ങും സംസാരവും. സ്ലാങ് അവര് ഇവിടുത്തെ പോടർക്കെ അങ്ങനത്തെ ഓരോ സാധനങ്ങളില്ലേ നാച്ചുറൽ ആയിട്ടുള്ള, അത് ഇഷ്ടമാണ്. മിമിക്രി ആയിട്ട് അറിയില്ല. ഇപ്പൊ ഇനി ഫിലിം രംഗത്തോട്ട് തന്നെയാണോ ഏറ്റവും വലിയ പാഷൻ ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ജാസറിന്റെ? സിനിമ, ഫിലിം, ആക്ടർ ആവണം എന്നാണ് രണ്ടുപേരുടെയും അതേ പാഷൻ. എനിക്ക് ഡയറക്ഷനും ഇഷ്ടമാണ്. ആക്ടറായിട്ട് കയറിയിട്ട് ഡയറക്റ്റ് ചെയ്യാന്നില്ലേ. കണ്ടന്റും ഉണ്ട്, ചെയ്യുകയും ചെയ്യും. പിന്നെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരും ഉണ്ട്. സ്വന്തമായിട്ടൊരു സിനിമ എടുക്കണം. അതെ, ഞങ്ങള് സ്വന്തമായിട്ടൊരു സിനിമ എടുക്കണം. ഞങ്ങൾ തന്നെ ചെയ്യാം. അപ്പൊ എന്തൊക്കെയാണ് ഇനി ഫ്യൂച്ചർ പരിപാടികൾ? എന്തൊക്കെയാണ് ഫ്യൂച്ചർ? ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ബാൽക്കണി തോട്ട്സ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ കണ്ടന്റുകൾ കുറെ ഉണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് എടുത്തോണ്ടിരിക്കണം. അതുണ്ട്, റീലുകളുണ്ട്, അഡ്വർടൈസ്മെന്റ് ഉണ്ട്, എല്ലാ പരിപാടികളും ഉണ്ട്. എനിക്ക് തോന്നുന്നു പേളി ചേച്ചിയായിട്ടും എനിക്ക് തോന്നുന്നു പേളി ചേച്ചിയുടെ അടുത്താണോ വർക്ക് ചെയ്യുന്നത്? ഞാൻ പേളി ചേച്ചിയുടെ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് കുറച്ചാൾ വർക്ക് ചെയ്താറ്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. നമുക്ക് അത്ര നമ്മള് കുറെ കണ്ടിട്ടുള്ളതല്ലേ DF4 ഡാൻസ് തൊട്ടൊക്കെ. പിന്നെ ചെന്ന് വർക്ക് ചെയ്യാന്ന് പറയുമ്പോ ഒരു ഇത്തിരി ഹൈ ലെവലായിട്ടുള്ള ആൾക്കാരായിട്ട് വർക്ക് ചെയ്യാം. എങ്ങനെയുണ്ടായിരുന്നു? ഒരു പേളി ചേച്ചി എന്ന് പറഞ്ഞാൽ മൊത്തം ഒരു ഫൺ, അല്ലെങ്കിൽ അങ്ങനെ ഒരാള് തന്നെ ആയിരുന്നു അവിടെയും? തഗ്ഗില് ഭയങ്കര നോർമലായിട്ടുള്ള വീഡിയോന്റെ അടിയിലെ കമന്റ് വീഡിയോയുടെ അടിയിൽ കമന്റ് വരും. ഞാൻ വീഡിയോ ഇടുമ്പോ ഇങ്ങനെ കമന്റ് വരും. അപ്പൊ പേളിമണി കമന്റ് ചെയ്യുമ്പോ എല്ലാ വീഡിയോ പേളിമണി കമന്റ് ചെയ്താ അതായത് കാണാന്ന് വിചാരിച്ച് കുറെ പേര് കണ്ടിട്ടുണ്ടാവും. സപ്പോർട്ടീവ. അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ചോദിക്കണേ, പേളി ചേച്ചിയായിട്ട് എന്തെങ്കിലും ഒരു ഫൺ ഇൻസിഡന്റ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ നമ്മള് ടിവിയിലും ഇതിലൊക്കെ മാത്രം കാണുന്ന ആൾക്കാര് ഭയങ്കര. അപ്പൊ ഞങ്ങളുടെ വർക്ക് ചെയ്യണോണ്ട് പുള്ളിക്കാരുടെ വീട്ടിലൊക്കെ പോയിട്ട് ഷൂട്ടിനൊക്കെ പോകുമ്പോ പിന്നെ ചോറൊക്കെ വിളമ്പി തരുമ്പോ നമുക്ക് പെട്ടെന്ന് അങ്ങനെ കിട്ടും. കഴിക്ക് കിട്ടിയ നമ്മള് ഇത് എവിടെയത് അങ്ങനത്തെ ഒരു സാധനമില്ലേ. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ പെട്ടെന്ന് ഇവരെയൊക്കെ ആയിട്ട് കമ്പനിയാവും, നമുക്ക് ചോറ് വിളമ്പി തരും. അങ്ങനെയൊക്കെ തന്നെയായിരുന്നു എല്ലായിടത്തും ഒക്കെ. അപ്പം എൽദോസിനാണെങ്കിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞൊരു 5-6 ഫ്രണ്ട്സ് ഉണ്ടല്ലോ. നിങ്ങളെല്ലാരും സ്റ്റേ ചെയ്യുന്നതും ഒക്കെ ഒരുമിച്ചാണ്. അപ്പം എല്ലാരും ഒരുമിച്ച് തന്നെയാണ് ഇനി ഒരു ജേർണിയും മുന്നോട്ട് കൊണ്ടുപോകാൻ. എന്താണല്ലോ നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങൾക്ക് സിനിമയിലൊക്കെ എത്താൻ പറ്റട്ടെ. നമ്മൾ നിങ്ങളുടെ കോണ്ടന്റ്, അല്ലെങ്കിൽ ഈ ഒരു കോണ്ടന്റ് ഇൻസ്റ്റാഗ്രാമിൽ മാത്രം ഒതുങ്ങാതെ ബിഗ് സ്ക്രീനിലും എല്ലാവരും ബിഗ് സ്ക്രീനിൽ എത്താൻ വേണ്ടിയാണല്ലോ നമ്മൾ ഇതൊക്കെ. അതെ, അതാ പറഞ്ഞത്, നിങ്ങളെ ബിഗ് സ്ക്രീനിൽ കാണാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. അപ്പൊ ഈ ഒരു കണ്ടന്റ് ഒക്കെ ഇനി ഞങ്ങളെ ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും പൊള്ളി മൂഡ് അതുപോലുള്ള സാധനങ്ങൾക്കൊക്കെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്തിട്ട് എന്താണ് മിത്ര, ഏത് മൂഡ്, പൊളി മൂഡ്, ആ ഒരു ടീഷർട്ടിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല രസമുണ്ട്, നല്ല നന്നായിട്ട് തന്നെ. ഇനി പ്രൊമോഷൻ ചെയ്തോളൂ. ഇന്നലെ തൊട്ട് തുടങ്ങി. ഓക്കെ, താങ്ക് യു.